നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യ ഹർജി പരിഗണിച്ച് കൊല്ലം വിജിലൻസ് കോടതി. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും കർശന ഉപാധികളോടെ ജാമ്യം. സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം കിട്ടുന്ന 6ാമത്തെ പ്രതിയാണ് തന്ത്രി. ബാറുകളുടെ സമയം കൂട്ടിയതിൽ സർക്കാരിനെ വിമർശിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗിന്റെയും ഇന്റർനാഷണൽ കോൺഫറൻസിന്റെയും പേരിൽ കേരളത്തെ തനത് സംസ്കാരത്തെ നശിപ്പിക്കുന്നതായി സഭ. അമ്മമാരുടെ കണ്ണീരിലും വലുതാണോ സർക്കാരിന് ബാർ മുതലാളിമാരെന്നും ചോദ്യം. സർക്കാർ തീരുമാനത്തിനെതിരെ മതഭേദമന്യേ ആളുകൾ ഒന്നിക്കണമെന്നും ആവശ്യം. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ മുഖം രക്ഷിക്കാൻ ആരോഗ്യവകുപ്പ്. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഡോക്ടറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഡോക്ടർക്കെതിരെ മുൻപും പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ്. പാലോട് സ്വദേശി നിരഞ്ജനയുടെ കുഞ്ഞു മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നെന്ന് കുടുംബം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ OP ബഹിഷ്കരണം 3ാം ദിവസം. നാളെ മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്താനും തീരുമാനം. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധം. കോഴിക്കോട് പാളയത്ത് ജയലക്ഷ്മി സിൽസിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ജില്ലാ ഫയർ ഓഫീസറുടെ റിപ്പോർട്ട് ഇന്ന്. വിശദമായ പരിശോധനകൾക്ക് ശേഷം റിപ്പോർട്ട് തയ്യാറാക്കും. തീ പടർന്നത് എവിടെ നിന്നെന്നറിയാൻ CCTV പരിശോധന. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ച് കൊല്ലം വിജിലൻസ് കോടതി. ദ്വാരപാലക, കട്ടിളപ്പാളി കേസുകളിലാണ് തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത്. സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം കിട്ടുന്ന 6ാമത്തെ പ്രതി കൂടിയാണ് തന്ത്രി. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് SITക്ക് തെളിയിക്കാൻ ആയിട്ടില്ല. 41 ദിവസത്തിനു ശേഷമാണ് തന്ത്രി കണ്ഠരര് രാജീവര് ജയിൽ മോചിതനാകുന്നത്. അതേസമയം കേസിൽ തന്ത്രി കൂടി പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ ജയിലിൽ കഴിയുന്ന മുൻ പ്രസിഡന്റ് A. പത്മകുമാറും സ്വാഭാവിക ജാമ്യം തേടിയിട്ടുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒടുവിൽ തന്ത്രിയും പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇത് SITക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണെന്ന് പ്രതീക്ഷിക്കാം. രമ്യ, നേരത്തെയും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് SITയുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായത് കൊണ്ടാണ് ഈ സ്വാഭാവിക ജാമ്യം കിട്ടി കേസിലെ പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നതെന്ന്. അതുപോലെ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതിയുടെ വിധി വരുന്നത്. ദ്വാരപാലക, കട്ടിളപ്പാളി കേസുകൾ 2 കേസുകളിലും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ തന്നെ ജാമ്യം കിട്ടുന്ന 6ാമത്തെ പ്രതി കൂടിയാണ് തന്ത്രി കണ്ഠരര് രാജീവര്. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് SITക്ക് തെളിയിക്കാൻ ആയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ജാമ്യം നൽകിയിട്ടുള്ളത്. ഏതായാലും കേസിൽ ജയിലിൽ കഴിയുന്ന പത്മകുമാർ അടക്കം ഉള്ളവർ സ്വാഭാവിക ജാമ്യത്തിന് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ഇപ്പോൾ ഓരോരുത്തർക്കായി ഇത് ലഭിച്ചു വരുന്നു എന്നുള്ളതാണ് തിരിച്ചടിയായിരിക്കുന്നത്. അതിൽ നിന്നും വിശദമായ വാദം കേട്ടിട്ടുണ്ട്. അതേ അവസ്ഥയിൽ തന്നെ തന്ത്രിക്കെതിരെ, തന്ത്രിയുടെയും കുടുംബത്തിന്റെയും എതിരെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു എന്നാണ് SIT പറയുന്നത്. SIT അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ അനധികൃത സ്വത്ത് സംഭാവന അടക്കമുള്ള കാര്യങ്ങൾ ഊന്നിക്കാട്ടിയിട്ടുണ്ടെങ്കിലും അത് ഈ കേസുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് കേസിൽ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവർ അറിയിക്കുന്നതും താൻ പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമാണ് തനിക്ക് ബന്ധമുള്ളതെന്നും മറ്റൊരു തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടില്ലെന്നും വാദിച്ചിട്ടുണ്ട്. ഏതായാലും തെളിവുകളുടെ അഭാവത്തിൽ തന്നെയാണ് തന്ത്രിക്ക് ജാമ്യം നൽകിയിട്ടുള്ളത്. തന്ത്രിയുടെ പേരിൽ 2,05 ലക്ഷം രൂപയും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് നിക്ഷേപമുണ്ട് എന്നാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് കൂടുതൽ അന്വേഷണം നടത്തേണ്ട ഒരവസ്ഥയുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഏറ്റുവാങ്ങുന്ന രീതിയിൽ SIT തുടരുന്ന സാഹചര്യത്തിലാണ് തന്ത്രിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. വിഷ്ണു, അതേസമയം കർശന ഉപാധികളോടെയാണ് ജാമ്യം എന്ന് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ ഉപാധികളാണ് പറയുന്നത്?
സ്വാഭാവികമായി തന്നെ ജാമ്യം ലഭിക്കുമ്പോൾ അത് ഉള്ള ഉപാധികൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതായത് ജയിലിൽ നിന്നും ഏതായാലും ഇനി പുറത്തിറങ്ങും. ഇനി കേസുമായി നേരിട്ടുള്ള ബന്ധമില്ല എന്ന് സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങൾ മാത്രമാണുള്ളത്. സാധാരണഗതിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഭാഗവുമായി അത്തരത്തിലുള്ള സഹകരിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധനകളൊക്കെ ഉണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. തന്ത്രി ഈ നിലവിൽ 90 ദിവസം പിന്നിട്ടത് കൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യം ലഭിച്ചാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ശരി, വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവർക്കും ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതി. 2 കേസുകളിലും ദ്വാരപാലക, കട്ടിളപ്പാളി കേസുകളിലും തന്ത്രിക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്ന് തന്നെ മനസ്സിലാക്കാം. സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം കിട്ടുന്ന 6ാമത്തെ പ്രതി കൂടിയാണ് തന്ത്രി. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി നേരിട്ട് ബന്ധമുണ്ടെന്ന് SITക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ആ തെളിവുകളുടെ അഭാവം മൂലം തന്നെയാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. 41 ദിവസത്തിന് ശേഷമാണ് തന്ത്രി കണ്ഠരര് രാജീവര് ജയിൽ മോചിതനാകുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ കേസിൽ തന്ത്രി കൂടി പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായതോടെ ജയിലിൽ കഴിയുന്ന മുൻ പ്രസിഡന്റ് പത്മകുമാറും സ്വാഭാവിക ജാമ്യം തേടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസിൽ ഇതുവരെ അറസ്റ്റിലായ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം തന്നെയായിരുന്നു ലഭിച്ചിരുന്നത്. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ തെളിവുകളുടെ അഭാവം തന്നെയാണ് കോടതി തന്ത്രിക്ക് ജാമ്യം നൽകിയതും. കേസിൽ ഇരുഭാഗത്തിൻ്റെയും വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് കൊല്ലം വിജിലൻസ് കോടതി ഈ ഒരു വിധി പറഞ്ഞതും. തന്ത്രിക്കെതിരായ കേസിൽ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതേസമയം തന്നെ ഈ ഒരു ദ്വാരപാലക ശില്പ കേസിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യം തന്ത്രിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതും. ഇപ്പോൾ നമ്മോടൊപ്പം കോൺഗ്രസിൽ നിന്ന് പഴകുളം മധു ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ പഴകുളം മധു. ഇപ്പോഴിതാ തന്ത്രിക്കും ഒടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. SITക്ക് ഈ ഒരു തെളിവുകളുടെ അഭാവം തന്നെയാണ് ഈ ഒരു ജാമ്യത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏവർക്കും ഭക്തർക്കടക്കം ഒരു വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു തന്ത്രിയും ഈ കേസിൽ പെടുന്നു എന്നുള്ളത്. ഇപ്പോൾ അതാ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോൾ SITക്ക് തന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. സ്വാഭാവിക ജാമ്യം നേടിയാണ് തന്ത്രിയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തന്ത്രിക്ക് മുന്നാലെ ഈ കേസിൽ കൃത്യമായി കുറ്റകൃത്യം നടത്തിയിട്ടുള്ള പല പ്രതികളും രക്ഷപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഇറങ്ങാനുള്ളത് പത്മകുമാർ മാത്രമാണ്. പത്മകുമാറിനെ എന്ന് പാർട്ടിയിൽ തിരിച്ചെടുക്കണം എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അന്ന് പത്മകുമാറും പുറത്തിറങ്ങും. കോടതിക്ക് കാര്യത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല. സ്വാഭാവിക ജാമ്യമാണ്. സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഉണ്ട്. 6 മാസങ്ങൾക്കുള്ളിൽ 90 ദിവസങ്ങൾക്കുള്ളിൽ കുറ്റപത്രം കൊടുക്കണമെന്നുള്ള സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ പാലിക്കാത്തതിന്റെ പേരിലാണ് നിയമപരമായ ബാധ്യത നിറവേറ്റാൻ സർക്കാർ അന്വേഷണ ഏജൻസി പരാജയപ്പെട്ടതിന്റെ കാരണത്താലാണ് ഈ പ്രതികളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി ജയിൽ വിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അധികമായ തെളിവുകൾ ശേഖരിക്കാനില്ല. കാരണം തെളിവുകളെല്ലാം എവരുടെയൊക്കെ കസ്റ്റഡിയിലാണ്, എവരുടെയൊക്കെ സ്വാധീന വലയത്തിലാണ്. പുറത്തിറങ്ങിയ പ്രതികൾക്ക് നിസ്സാരമായി ആ തെളിവുകളൊക്കെ നശിപ്പിക്കാനും അതിനെ മിസ്പ്ലേസ് ചെയ്യാനും ഒക്കെ അവർക്ക് നിസ്സാരമായി സാധിക്കുന്നതാണ്. അപ്പൊ സർക്കാരാണ് ഈ കേസിലെ പ്രതി എന്നത് ദിവസം കഴിയും തോറും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിനെതിരെ ഒരു പഴിയുണ്ട്. അവർക്ക് ഈ കൊള്ളയിൽ പങ്കുണ്ട്. അവർ നിയമിച്ച അവർ ഇഷ്ടക്കാരായിട്ടുള്ള ദേവസ്വം ഭരണാധികാരികളാണ് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നതെന്നും അവർ വിചാരിച്ചിരുന്നെങ്കിൽ ഈ കൊള്ള നടക്കില്ലായിരുന്നുവെന്നും ഉള്ള പഴി ആരോപണം സർക്കാരിന്റെ മേൽ ഇപ്പൊ തന്നെ ഉണ്ട്. അപ്പൊ അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ അവധാനത പാലിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കുറ്റകൃത്യം കൃത്യസമയത്ത് കൊടുക്കാൻ അവർ തയ്യാറാകുമായിരുന്നു. അവർക്കതിന് താല്പര്യമില്ല. എന്താണ് താല്പര്യമില്ലാത്തത് എന്ന് വെച്ചാൽ ഈ കേസിലെ യഥാർത്ഥമായ പ്രതികൾ, ഈ കേസിലെ കുറ്റാന്വേഷണം നല്ല രീതിയിൽ മുൻപോട്ട് പോയാൽ പിടിക്കപ്പെടാൻ പോകുന്നത് CPM പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാരാണ്. അവരിൽ പലരും സർക്കാരിൽ തന്നെ ഉണ്ട്, മന്ത്രിമാരായിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ട് CPM കേരളത്തിലെ ആരൊക്കെ എതിർത്താലും, ജനങ്ങൾ ഒന്നടങ്കം എതിർത്താലും, ഈ ഭരണം കടപുഴക്കി എറിഞ്ഞു കളഞ്ഞാലും CPM പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനേക്കാൾ ഭയാനകമായി തോന്നുന്നത് ഈ ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ അവരും അവരുടെ പാർട്ടിയും അകപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായി തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതാണ് അവരുടെ പ്രയോറിറ്റി. അതിന് മാത്രമേ അവർ നിൽക്കൂ.
ഇതിനകം തന്നെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും ഇനി പരിശ്രമിക്കുന്നത് അതിന് നിയമപരമായ സാധുത കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഭരണം നഷ്ടപ്പെട്ടാൽ പോലും കുഴപ്പമില്ല, ജനങ്ങൾ ഒന്നാകെ അവരെ വെറുത്താലും കുഴപ്പമില്ല. ജനങ്ങളൊക്കെ ഓർമ്മശക്തി എന്ന് വെച്ചാൽ വളരെ കുറച്ചു കാലത്തേക്കേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ ജനങ്ങളൊക്കെ മറന്നു കളയും. ഞങ്ങൾക്ക് വീണ്ടും ആട്ടിൻ തോലടിഞ്ഞ ചെന്നായ്ക്കളെ പോലെ ജനസമക്ഷത്ത് വരാനും അവരെ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ നിസ്സാരമായി കഴിയുമെന്ന CPM പാർട്ടിയുടെ അനുഭവത്തിൽ നിന്നും ആദിച്ചെടുത്ത ഒരു നിലപാടുണ്ട്. ആ നിലപാടാണ് ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് തന്ത്രി പുറത്തു വന്നത്. തന്ത്രി എന്തുകൊണ്ട് പുറത്തു വന്നു എന്ന് അന്വേഷിച്ചെങ്ങും പോകേണ്ട കാര്യമില്ല. പാഴൂർ പഠിക്കൽ പോയി നമുക്ക് ദേവപ്രശ്നം നടത്തേണ്ട അല്ലെങ്കിൽ പ്രശ്നം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ തന്ത്രി വന്നതും വാസു വന്നതും മുരാരി ബാബു വന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നതും ഇവരെല്ലാം പുറത്തു വന്നത് സർക്കാരിന്റെ ഒരേ ഒരു നിലപാട്, താൽക്കാലികമായ കുറ്റപത്രം കൊടുക്കാമായിരുന്നു. അന്തിമ കുറ്റപത്രം കൊടുക്കാൻ കോടതിയിൽ സാവകാശം ചോദിച്ചിട്ട് പ്രിലിമിനറി ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അത് നിയമപരമായ സാധുതയുണ്ട്, കോടതി അനുവദിക്കും. പക്ഷെ അത് കൊടുത്താൽ ഇവരെ ഈ സ്റ്റാറ്റ്യൂട്ടറി പീരീഡിനകത്ത് ഇവർക്ക് പുറത്തു വരാൻ കഴിയില്ല. അപ്പൊ ഇവരെ നിസ്സാരമായി പുറത്തു വരാൻ ഈ അനുവദിക്കാവുന്ന ഏക മാർഗം ഇതാണ്. ആ മാർഗം CPM പാർട്ടി അവലംബിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കിതിൽ പങ്കുള്ളത് കൊണ്ടാണ്, അവർ കുറ്റവാളികളായതുകൊണ്ടാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യം കണ്ടില്ലേ? ഓരോ കാര്യത്തിൽ ഇവർ എന്തൊക്കെ നിലപാടാണ് എടുക്കുന്നത്. ആദ്യം ഒരു ആരോപണം CPM പാർട്ടിക്കും സർക്കാരിനുമെതിരെയും വരുമ്പോൾ ആ ആരോപണത്തെ നഖശിക്കാന്തം എതിർക്കുകയും അതിനെ വെറുതെ തള്ളിക്കളയുകയും അത് ഉന്നയിക്കുന്നവരെ ആക്ഷേപിക്കുകയും അവരുടെ പൂർവ്വചരിത്രം അന്വേഷിച്ചു പോവുകയും അവർക്കെതിരെ ഏതെങ്കിലും കേസ് ചമയ്ക്കാമോ എന്ന് അന്വേഷിച്ച് ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശൈലിയാണല്ലോ കേരളത്തിൽ CPM പാർട്ടി കൈക്കൊള്ളുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലും അവരങ്ങനെയാണല്ലോ ആദ്യം അതിനെ കണ്ടത്. അതിലെ പ്രതികളുടെ ഫോട്ടോ വന്ന ആൾക്കാരെയൊക്കെ തിരക്കി പോവുകയല്ല അവർ ചെയ്തത്. ഇപ്പോഴും ആ അന്വേഷണം നിർത്തിയിട്ടില്ലല്ലോ. SIT ഫോട്ടോ ആളുടെയൊക്കെ വന്നു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂടെ വന്ന ഫോട്ടോ അന്വേഷിച്ചല്ലേ അവർ പോയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തിട്ടുള്ള അവരുടെ ഭാര്യയും അച്ഛനും അമ്മയൊക്കെ ഇല്ലേ, അവരെ കേസ് പ്രതിയാക്കണ്ടേ? ഫോട്ടോ ആണ് ഈ കേസിലെ യഥാർത്ഥ പ്രതിയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ അല്ലേ ആദ്യം വന്നത്? അങ്ങേരെയല്ലേ ആദ്യം പിടിക്കേണ്ടത്, ചോദ്യം ചെയ്യേണ്ടത്, തെളിവെടുക്കേണ്ടത്? അപ്പൊ ഇതെല്ലാം തട്ടിപ്പാണ്. ഇതെല്ലാം CPMന്റെ കള്ളക്കണ്ണ് ഇതിന്റെ എല്ലാം പിന്നിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഓരോരോ ദിവസം കഴിയുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം എന്തിനു നടത്തിയത്? ഈ കൊള്ളയുടെ ഭാഗമായിട്ടാണ്. കൊടിമരവും ക്ഷേത്ര പാലന്മാരുടെ വിഗ്രഹങ്ങളും ദ്വാരപാലക ശില്പങ്ങളും എന്തിനും ഏതിനും കൊള്ളാവുന്ന സ്വർണം എവിടെയെങ്കിലും പൂശിയിട്ടുണ്ടെങ്കിൽ അത് മൊത്തം അപഹരിച്ചുകൊണ്ട് പോകാൻ ആദ്യത്തെ ശ്രമം. ആ കേസ് തലയ്ക്ക് മുകളിൽ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ നിൽക്കുമ്പോഴാണ് ആ സംഗമം നടത്തിയത്. എത്ര കോടി ചെലവഴിച്ചത്? 10 കോടി രൂപ. ആരാണിത് ഏജൻസിയായി വന്നത്? ഊരാളുങ്കൽ സൊസൈറ്റി. ആരാണ് ഊരാളുങ്കൽ സൊസൈറ്റി? CPM സംസ്ഥാന കമ്മിറ്റി തന്നെ. കേരളത്തിലെ സർക്കാരിന്റെ പലവിധ കരാറുകളും ടെൻഡർ വിളിക്കാതെ കൊടുക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപ ഇപ്പൊ തന്നെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ തന്നെയാണ് ഊരാളുങ്കൽ. രണ്ടല്ല, ഒന്നാണ്. CPM തന്നെയാണ് ഊരാളുങ്കൽ. ഊരാളുങ്കൽ ഇത് ഏൽപ്പിച്ചു, ടെൻഡർ വിളിച്ചില്ല, നടപടി ഒന്നും സ്വീകരിച്ചില്ല, അവർക്ക് കൊടുത്തു. 8.2 കോടി രൂപയാണ് അവർ ആദ്യം ഇതിനു വേണ്ടി കരാർ ഒപ്പിട്ട് കൊടുത്തത്. അത് 7.4 കോടി മതിയെന്ന് പിന്നെ അവർ സമ്മതിച്ചു പോലും. 4.99 കോടിക്കൂവെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ഇതെന്ത് വിചിത്രമായ കാര്യങ്ങളല്ലേ? ഇപ്പൊ കരാർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോൺട്രാക്ടർ ഓബ്ലിഗേഷൻ കരാർ ഏർപ്പെട്ട ദേവസ്വം ബോർഡിന് മേലുകൊണ്ട് കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കുണ്ട്. അപ്പൊ ആ 2 പേരും കൂടെ തീരുമാനിച്ചു എനിക്ക് അത്രയും പണം വേണ്ട. അതിനർത്ഥം എന്താ? പകൽ കൊള്ളയാണ് അവിടെ നടന്നതെന്നല്ലേ? 600 പേരാണ് ആകെ അതിൽ പങ്കെടുത്തത്. 4000 പേര് ആഹാരം കഴിച്ചു പോലും. മുഖ്യമന്ത്രിക്ക് ഒരു രാത്രി 5-6 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി 2 ലക്ഷം രൂപയുടെ കട്ടിലും മെത്തയും തലയണയും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടി ഇത്? എന്തിനാണ് അങ്ങേര് പമ്പയിൽ പോയി ഉറങ്ങാൻ പോയത്? ശബരിമലയിലെ ഒരുക്കങ്ങളോ തയ്യാറെടുപ്പുകളോ പരിശോധിക്കാൻ അവിടെ പോകാതെ ഈ മുഖ്യമന്ത്രി എന്തിനാണ് പമ്പയിൽ പോയി ഒരു ദിവസം ഉറങ്ങിയത്? അയ്യപ്പന്മാർ എവിടെയാണ് പമ്പയിൽ ഉറങ്ങുന്നത്? പമ്പ മണൽ പരപ്പിലല്ലേ? അവിടെ ഉറങ്ങിയാൽ പോലെ ഇങ്ങനെ
അല്ലെങ്കിൽ ഉറങ്ങണമെങ്കിൽ പത്തനംതിട്ട ഗസ്റ്റ് ഹൗസ് ഇല്ലേ, കോട്ടയം ഗസ്റ്റ് ഹൗസ് ഇല്ലേ, 5,000 രൂപ കൊടുത്താൽ 5 സ്റ്റാർ ഹോട്ടൽ മുറി കിട്ടില്ലേ? എന്തിനാണ് 2 ലക്ഷം രൂപയ്ക്ക് ഉറങ്ങാൻ പോയത്? അപ്പൊ ഇതിന്റെ എല്ലാ പിന്നിൽ വലിയ കൊള്ളയുണ്ട്, വലിയ കൊള്ള, ഞെട്ടിക്കുന്ന കൊള്ള. ഇത് ആഗോള കൊള്ളയാണ് ഇവിടെ നടന്നത്. അയ്യപ്പ സംഗമമല്ല. അയ്യപ്പ ക്ഷേത്രത്തെ രക്ഷിക്കാൻ ഇവർക്ക് താല്പര്യമില്ല, ഉദ്ദേശമില്ല. ഇവർക്ക് അങ്ങനെ ഒരു പദ്ധതിയോ പരിപാടിയോ ഇല്ല. അത് CPM-ന്റെ പരിപാടിയുടെ ഭാഗമല്ല. ഇവർ ക്ഷേത്രങ്ങൾക്കെതിരാണ്, ദൈവങ്ങൾക്കെതിരാണ്, ആചാരങ്ങൾക്കെതിരാണ്. ഇതെല്ലാം എതിരായിട്ടും എന്തിനാണ് ഇവർ ശബരിമലയിലത്തെ താല്പര്യം കാണിക്കുന്നത്? അവിടുത്തെ ഭൗതിക സ്വത്ത്, അവിടുത്തെ സ്വർണം, അവിടുത്തെ പണം. ഇപ്പോ ഈ ആരൊക്കെയാണ് ഈ ദേവസ്വം, ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പിടിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട പ്രതി? ഇപ്പൊ വലിയ സുന്ദരനായി ചമഞ്ഞു നടക്കുന്ന ദേവസ്വം മന്ത്രി വാസവനാണ്. അദ്ദേഹമാണ് ഈ കേസിലെ 1ാമത്തെ പ്രതി. ഇതിന് സ്പോൺസർഷിപ്പ് ഒപ്പിച്ചൊക്കെ വിടുന്ന അദാനി പോർട്ടിൽ നിന്ന്. അദാനി പോർട്ട് ഏത് വകുപ്പിലാണ്? തുറമുഖ വകുപ്പ്. ആരാണ് മന്ത്രി? വാസവൻ. എത്ര കോടി ചോദിച്ചു? 2 കോടി. കൊടുത്തോ? ഇല്ല. ഏതോ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നു. അദാനിക്ക് 1-2 കോടി ഒരു രോമം പോകുന്ന വില പോലും അദാനിക്കില്ല. എന്താണ് കൊടുക്കാത്തത്? അപ്പൊ കൊടുത്തു കാണുന്നത് അത് വേറെ ഏതോ അക്കൗണ്ടിൽ പോയിരിക്കുന്നു. വാസവൻ നേരിട്ട് നിയന്ത്രിക്കുന്ന സഹകരണ വകുപ്പിന്റെ കേരള ബാങ്കിൽ നിന്നും 2 കോടി രൂപ. അത് സഹകരണ വകുപ്പ് ആ വാസവൻ ഭരിക്കുന്നതുകൊണ്ടാണ് അവരിത് കൊടുക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ഫണ്ട് നിക്ഷേപിച്ചിട്ടുള്ള ധനലക്ഷ്മി ബാങ്ക് 2 കോടി. അപ്പൊ ഇതൊക്കെ വാസവൻ നേരിട്ട് നിയന്ത്രിക്കുന്ന അദ്ദേഹത്തിന്റെ വകുപ്പിൽപ്പെട്ട സ്ഥാപനങ്ങളാണ് ഈ പണമെല്ലാം സ്പോൺസർഷിപ്പായി കൊടുക്കുന്നത്. അപ്പൊ വാസവൻ അയ്യപ്പ സംഗമത്തിൽ ഉള്ള പങ്കാണ് ഇത് വ്യക്തമാക്കുന്നത്. വാസവനും പിണറായി വിജയനുമാണ് അയ്യപ്പ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട പ്രയോക്താക്കളും ഗുണഭോക്താക്കളും. പിണറായി വിജയന്റെയും വാസവന്റെയും പടമാണ് കേരളമെമ്പാടും ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി പോസ്റ്ററും ഫ്ലെക്സും അതുപോലെ ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ അവർക്കാർക്കും പങ്കില്ല. ഞങ്ങളാരും അറിയുന്നില്ല. ദേവസ്വം ബോർഡിന്റെ മീറ്റിംഗിൽ മന്ത്രിമാർ പങ്കെടുക്കാറില്ല എന്നതുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കണമെന്ന് നിലവിളിച്ചു പറഞ്ഞാൽ കേരളത്തിൽ ഈ കേസിൽ അവരെ ഒഴിവാക്കാൻ കഴിയില്ല. ഇവരെല്ലാം കുറ്റവാളികളാണ്, കാട്ടു കള്ളന്മാരാണ്. ഇവന്മാർ കേരളത്തെ മുച്ചൂടും മുടിച്ചിരിക്കുന്നു. ഈ അഴിമതിയുടെ ദുർഭൂതങ്ങളെ അധികാരത്തിന്റെ അന്തഃപുരകളിൽ നിന്നും ആട്ടിപ്പായിച്ച് ആ സ്ഥലങ്ങളിലെല്ലാം ചാണകവെള്ളം തളിച്ചാൽ മാത്രമേ കേരളം ശുദ്ധീകരിക്കപ്പെടൂ. ശരി, ശ്രീ പഴകുളം മധു, സമയത്തിന്റെ ഒരു കുറവ് കൊണ്ട് ഇടപെടുകയാണ്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠ രാജീവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതി. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നമ്മളൊപ്പം CPM-ൽ നിന്നും അഡ്വക്കേറ്റ് K അനിൽകുമാർ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. നമസ്കാരം K അനിൽകുമാർ. ഇപ്പോഴിതാ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠ രാജീവർക്കും ഒടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. തന്ത്രിയും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം, SIT-യുടെ കയ്യിൽ നിന്ന് അന്വേഷണമൊക്കെ വഴുതി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലുമല്ല. ജാമ്യം എന്ന് പറയുന്നത് കേസിന്റെ അന്തിമമായ തീർപ്പിനെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ഈ കേസിൽ ഹൈക്കോടതി വിധിച്ചു കഴിഞ്ഞ കാര്യമാണ്. മതിയായ തെളിവുകൾ ലഭ്യമായി കഴിഞ്ഞാൽ പ്രതികളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട പ്രത്യേക സാഹചര്യം ഇല്ല. ജാമ്യം എന്ന് പറയുന്നത് പൊതുവിൽ നിയമമാണ്. ഇതൊരു മോഷണ കേസാണ്. ശബരിമല ആയതുകൊണ്ട് വൈകാരികമായി കൂടി നമുക്ക് വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. എന്തായാലും ശബരിമല അയ്യപ്പന്റെ ഋതുസ്ഥാനീയനായ വ്യക്തി തന്നെ ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തു. അതിനുള്ള കൊള്ളക്കാരനെ അവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തി. UDF-ന്റെ ഒരു ഭരണസമിതി അതിന് രാഷ്ട്രീയ സംരക്ഷണം കൊടുത്തു. ഇടതുപക്ഷത്തിന് അവരെ ഇറക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വീഴ്ചയുണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പൊതു താല്പര്യം. അതോടൊപ്പം 2014 കൊടിമര കൊള്ള മുതൽ അതിലും തന്ത്രിക്ക് വലിയ പങ്കുണ്ട്. ഭാര്യ വാഹനം അദ്ദേഹമാണ് കൊണ്ടുപോയത്. അത് നിയമവിരുദ്ധമായിരുന്നു. അതും മോഷണം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കോടാനുകോടി രൂപ കിട്ടി. അയ്യപ്പന്റെ മറവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു തന്ത്രി എന്ന കാര്യം പുറത്തു വന്നിരിക്കുന്നു. ഇതെല്ലാം പൊതുമണ്ഡലത്തിലുണ്ട്, നിയമം പരിശോധനയിലുണ്ട്. ജാമ്യം എന്ന് പറയുന്നത് കോടതിയുടെ നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമാണ്. അത് അന്തിമമായി കേസിനെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഇതിപ്പോൾ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന ഒരു കാരണമൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അത് തെളിയിക്കാൻ SIT-ക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം അതൊരു വീഴ്ചയായി തന്നെ കണ്ടുകൂടെ? കാരണം 41 ദിവസമായി ജയിലിൽ കഴിയുന്നു. ബാക്കിയുള്ള പ്രതികളൊക്കെ 90 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തിറങ്ങിയത്. സ്വാഭാവിക ജാമ്യത്തോടെ പുറത്തിറങ്ങി. ഇത് 41 ദിവസത്തിനുള്ളിൽ തന്നെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്നുള്ളതിനൊരു തെളിവ് കൂടിയല്ലേ? ഒരു വീഴ്ചയും പറ്റിയിട്ടില്ലെങ്കിൽ 41 ദിവസം തന്ത്രിയെ ജയിലിട്ടത് തെറ്റായി പോയില്ലേ? ആ ന്യായാധിപന്മാർക്കല്ലേ ശിക്ഷ കൊടുക്കേണ്ടത്? നിങ്ങളൊരാളെ ഒരു കുറ്റമില്ല 41 ദിവസം തന്നെ ജയിലിലിട്ടത്. യഥാർത്ഥത്തിൽ തന്ത്രി പോറ്റിയുമായിട്ട് ആദ്യം ബന്ധം സ്ഥാപിച്ചു.
അന്ന് മുതൽ തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ഇടപാടുകളുടെ രേഖകൾ കിട്ടി, വസ്തുതകൾ പുറത്തു വന്നു. അതിന് ശിക്ഷിക്കേണ്ടതോ തീരുമാനം എടുക്കേണ്ടതോ ബന്ധപ്പെട്ട വിചാരണ കോടതിയാണ്. അതായിട്ടില്ല. അവിടേക്ക് കൊടുക്കാൻ രേഖകൾ ശേഖരിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ തൽക്കാലം ജയിലിൽ കിടക്കണോ വേണ്ടതെന്നുള്ള ചോദ്യമുള്ളൂ. അത്യാവശ്യമില്ല, വിചാരണയുടെ ഘട്ടത്തിലാവാം, വിചാരണ തീർന്നിട്ടാവാം എന്ന് തീരുമാനിക്കുന്നത് നിയമപരമായൊരു വിവേകമാണ്. അതിനപ്പുറമൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിപ്പോൾ 6 പ്രതികളും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ ഈ ഒരു കേസ് മുന്നോട്ട് പോവുക? നമുക്കറിയാം പത്മകുമാറാണ് ഇപ്പോൾ 90 ദിവസം കഴിഞ്ഞും ജയിലിൽ കഴിയുന്നത്. അദ്ദേഹവും സ്വാഭാവിക ജാമ്യം തേടിയിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, പത്മകുമാറെന്നില്ല, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും ഈ പറയുന്ന പോറ്റിയുടെ പക്കൽ നിന്നും എന്തെങ്കിലും വ്യക്തിപരമായി സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുതയും നമ്മുടെ മുമ്പിലില്ല. അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അവർ കോടതിയിൽ ബോധ്യപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇടതുപക്ഷത്തെ ആരും സ്വർണം മോഷ്ടിക്കുകയോ അയ്യപ്പന്റെ മുതൽ അപഹരിക്കുകയോ ചെയ്തിട്ടില്ല. അപഹരിച്ചവരൊക്കെ ഗോവർദ്ധനുണ്ട്, പോറ്റിയുണ്ട്, തന്ത്രിക്ക് അതിന് കൂട്ടുണ്ട്. എന്റെ രാഷ്ട്രീയ സംരക്ഷണം കൊടുത്തവരാരാണ് UDF ആണെന്നൊക്കെ വ്യക്തമായിട്ടുണ്ട്. ഞങ്ങൾ ഈ കേസിനകത്ത് SITക്ക് ഒപ്പമാണ്. ഹൈക്കോടതി ഇപ്പൊ നടത്തുന്ന അന്വേഷണത്തോടൊപ്പമാണ്. അതിനെ ദുർബലപ്പെടുത്തുന്ന ഒരു വരിയും ഒരു വാക്കും ഞങ്ങൾ പറയില്ല. അതുകൊണ്ട് ആളുകൾക്ക് ജാമ്യം കിട്ടുന്നതല്ല കേസിന്റെ തീർപ്പ്. അന്തിമ വിധി പറഞ്ഞെങ്കിൽ കുറ്റപത്രം കൊടുക്കണം, കുറ്റപത്രം കൊടുക്കട്ടെ, അതിന് അന്വേഷണ സംഘം ശക്തമായി മുന്നോട്ട് പോകട്ടെ. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ശരി, വളരെയധികം നന്ദി കെ അനിൽകുമാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര് രാജീവർക്കും ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതി. ദ്വാരപാലക കട്ടിളപ്പാളി കേസുകളിൽ 2 കേസുകളിലും തന്ത്രിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഉടൻ തന്നെ പുറത്തു വരുമെന്ന് തന്നെ മനസ്സിലാക്കാം. സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം കിട്ടുന്ന 6ാമത്തെ പ്രതി കൂടിയാണ് തന്ത്രി കണ്ഠര് രാജീവര്. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് SITക്ക് തെളിയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത്. 41 ദിവസത്തിന് ശേഷമാണ് തന്ത്രി ജയിൽ മോചിതനാകുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ കേസിൽ തന്ത്രി കൂടി പുറത്തിറങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജയിലിൽ കഴിയുന്ന മുൻ പ്രസിഡന്റ് A. പത്മകുമാറും സ്വാഭാവിക ജാമ്യം തേടിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാകുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം അയ്യപ്പ ധർമ്മസേനയിൽ നിന്നും രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഇതാ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര് രാജീവരും ഒടുവിൽ ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം. തന്ത്രിയെ അയ്യപ്പൻ തുണച്ചു എന്ന് വേണോ കരുതാൻ? തന്ത്രിയെ അയ്യപ്പൻ തുണച്ചു, സത്യം തുണച്ചു, സത്യം തെളിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കോടതി വിധിയിൽ പൂർണ്ണരൂപം ലഭ്യമാവുന്നേ ഉള്ളൂ. തന്ത്രിക്കെതിരെ ഒരു തെളിവുമില്ല എന്ന് കോടതി എടുത്തെഴുതിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു തെളിവുമില്ലാതെ 41 ദിവസം ഒരാളെ ജയിലിലിട്ടിരുന്നു. ശ്രീ നമ്പിനാരായണൻ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട വലിയ ശാസ്ത്രജ്ഞൻ 50 ദിവസമാണ് ഇതേപോലത്തെ കള്ളക്കേസിൽ ജയിലിൽ കിടന്നത്. ശബരിമല തന്ത്രി 40 ദിവസമാണ് ഈ കള്ളക്കേസിൽ ജയിലിൽ കിടന്നത്. SITക്ക് ഒരു തെളിവുമില്ല, ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി വിധിന്യായത്തിൽ ഉള്ളതായിട്ടാണ് മാധ്യമങ്ങൾ പറയുന്നത്. പൂർണ്ണ വിധിന്യായം വരാൻ കാത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് വലിയ കള്ളത്തരമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ആദ്യം പറഞ്ഞ കാര്യം അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല എന്നാണ്. അയ്യപ്പൻ അതിന് SITക്ക് മൊഴി കൊടുത്തു. 2 ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല. എങ്ങനെ അറിയാം SITക്ക് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല? എന്തൊക്കെ കള്ളമാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് പകൽ പോലെ വ്യക്തമാകുകയാണ്. CPMന്റെ രാഷ്ട്രീയ താല്പര്യമായിരുന്നു ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്. കാര്യം CPMകാർക്ക് നേർക്കെ വരുന്ന ചോദ്യങ്ങളുടെ മുൾമുന ഒടിക്കുക എന്നുള്ള ദുരുദ്ദേശം കാരണം തന്ത്രിയെ കുടുക്കിയതാണ്. ഇത് രാഷ്ട്രീയപരമായിട്ടൊരു അറസ്റ്റായിരുന്നു. അത് വളരെ ദൗർഭാഗ്യകരമാണ്. അതിശക്തമായ രീതിയിൽ കോടതികളും മേൽക്കോടതികളും വിചാരണ വരുമ്പോൾ അതിനെതിരെ നിലപാടെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ ജനങ്ങളും ഈ വിഷയം കാണണം. ശബരിമല തന്ത്രി ഒരു ലോകാരാധ്യനായ ഒരു മനുഷ്യനെ, ഒരു ലോകാരാധ്യ ക്ഷേത്രത്തിന്റെ മുഖ്യ പുരോഹിതനെ കള്ളക്കേസിൽപ്പെടുത്തി 40 ദിവസമാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. അതിന് കാലവും ചരിത്രവും തിരിച്ചടി നൽകും എന്ന് CPMകാർ ഓർത്തിരുന്നാൽ നല്ലതാ. ശ്രീ രാഹുൽ ഈശ്വർ, അതേസമയം ജാമ്യം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഒരു അന്തിമ വിധിയൊന്നും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. അത് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് പറയുന്നത്. ആ ജാമ്യത്തിന്റെ വിധിയിൽ പോലും തന്ത്രിക്കെതിരെ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല SITക്ക് എന്ന് പറഞ്ഞാൽ ഇനി ഭാവിയിൽ ഹാജരാക്കുമെന്നാണ് അർത്ഥം. അതായത് ഈ ഘട്ടത്തിൽ പോലും SITയുടെ കയ്യിൽ ഒരു തെളിവില്ല. യഥാർത്ഥത്തിൽ SIT രാഷ്ട്രീയ ദുരുദ്ദേശമാണ് കാണിക്കുന്നത്. CPMന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്നുള്ളതിന്റെ വേദനാജനകമായ അവസ്ഥയാണ്. CPM നേതാക്കൾക്ക് നേരെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന്റെ ശ്രദ്ധ തെറ്റിക്കാനായി യഥാർത്ഥത്തിൽ SIT ചെയ്തൊരു രാഷ്ട്രീയ നാടകമായിരുന്നു ശബരിമല തന്ത്രിയുടെ അറസ്റ്റ്. അല്ലെങ്കിൽ താങ്കൾ തന്നെ ആലോചിച്ച് നോക്കിയേ, അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ലെന്ന് പറഞ്ഞ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ? ഇന്ത്യയുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? എന്ത് വലിയ കള്ളത്തരമാണ് ഈ നടന്നത്.
41 ദിവസമാണ് ഒരു മനുഷ്യനെ, അത് 10-66 വയസ്സായ ഒരു മനുഷ്യനെ ജയിലിലിട്ടിരുന്നത്. ഇതിന് കാലവും ചരിത്രവും കണക്ക് ചോദിക്കും. ഇത് കള്ളക്കേസാണ് എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചത് കുറെ കൂടെ വ്യക്തവും ശക്തവുമായി ഉയർന്നു വരികയാണ്. പക്ഷേ SITയുടെ അന്വേഷണം അത് നിർത്തിവെച്ച് അല്ലെങ്കിൽ പിൻവാങ്ങിയിട്ടില്ലേ? SIT ഇപ്പോഴും അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കർശന ഉപാധികളോടെ തന്നെയാണ് ജാമ്യം ലഭിച്ചത്. എല്ലാ ഉപാധികളും എല്ലാ ജാമ്യം ആരും കൊടുക്കില്ലല്ലോ. അതൊക്കെ സ്ഥിരം കോടതി പറയുന്ന ഉപാധികൾ മാത്രമാണല്ല, പ്രത്യേക ഉപാധികളൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, SIT എന്തന്വേഷിക്കുന്നു എന്നാ പറയണേ? ശബരിമലയിൽ നിന്ന് എത്ര സ്വർണം നഷ്ടമായി എന്ന് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത SIT എന്ത് അന്വേഷണമാണ് നടത്തുന്നത്? ശബരിമലയിൽ നിന്ന് എത്ര സ്വർണം പോയി, അതെവിടെ പോയി എന്ന അടിസ്ഥാന ചോദ്യങ്ങൾക്ക് പോലും SIT ഉത്തരം കണ്ടിട്ടില്ല. SIT പലപ്പോഴും SIT മാറി PIT, പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറി പോകുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് SITയുടെ പ്രശ്നം. ഇത് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച്, കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് പലതവണ ചൂണ്ടിക്കാട്ടുകയും ചെയ്തതാണ്. അപ്പോ ഈ കള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയണം, ആ കള്ളത്തരം അവരുടെ മനസ്സിൽ വെച്ചിരിക്കണം. അയ്യപ്പ വിശ്വാസികൾ തങ്ങളുടെ ദേവന്റെ അല്ലെങ്കിൽ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിയാണ് അറസ്റ്റ് ചെയ്തിട്ടത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. തീർച്ചയായിട്ടും കാലവും ചരിത്രവും ഇതിന് കണക്ക് ചോദിക്കും. ശബരിമലയിലെ യുവതികൾ രാത്രിയുടെ ഇരുവിന്റെ മറവിൽ കയറ്റിയതിന് പിന്നീട് CPM മാപ്പ് പറഞ്ഞതുപോലെ CPM ഭാവിയിൽ ഇതിന് മാപ്പ് പറയേണ്ടി വരും. ശരി, വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി കേസുകളിലാണ് തന്ത്രിക്ക് ജാമ്യം ലഭിച്ചതും. 41 ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് തന്ത്രി ഇറങ്ങുന്നത്. കേസിൽ ഇതുവരെയും അറസ്റ്റിലായ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യമായിരുന്നു ലഭിച്ചിരുന്നത്. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ട് ാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയത്. എന്നാൽ തെളിവുകളുടെ അഭാവം അത് തന്നെയാണ് കോടതി തന്ത്രിക്ക് ഇപ്പോൾ ജാമ്യം നൽകിയതും. കേസിൽ ഇരുഭാഗത്തിന്റെയും വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് കൊല്ലം വിജിലൻസ് കോടതി വിധി പറഞ്ഞത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി.